والسلام على من لا نبي بعده. صحيح ترغيب وترهيب كتاب النوافل അടുത്ത ഫസ്ൽ الترهيب من صلاة الإنسان وقراءته حال النعاس. ഉറക്കം തൂങ്ങുന്ന അവസ്ഥയിൽ ഒരാൾ നിസ്കരിക്കുന്നതും അതുപോലെ തന്നെ അവൻ്റെ പാരായണം ചെയ്യുന്നതും അതിൻ്റെ ഗൗരവം ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നറിയിക്കുന്ന ഹദീസുകളാണ്. അപ്പോൾ കഴിഞ്ഞ ഫസ്ലിൽ രാത്രിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ നമ്മൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും രാത്രിയിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അവർ ശീലമില്ലാത്ത ആളുകൾ തുടങ്ങുമ്പോഴെല്ലാം ഉറക്കം തൂങ്ങുന്ന അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم قال إذا نعس أحدكم في الصلاة നിസ്കരിക്കുന്ന സമയത്ത് ആരെങ്കിലും നുആസ് ഉണ്ടാവുകയാണ്. നുആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടാകുന്ന ആ തൂങ്ങിയ ഉറക്കത്തിലാണ് അങ്ങനെ പറയാറുള്ളത്. അപ്പോൾ ആരെങ്കിലും നിസ്കരിക്കാൻ ആഗ്രഹിച്ച് നിസ്കരിക്കുന്നുണ്ട്, എന്നാൽ അവനിങ്ങനെ തൂങ്ങി ഉറങ്ങുന്ന അവസ്ഥയിൽ ആണ് എങ്കിൽ അവന് ശരിക്കും നിസ്കരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഫലിയർഖുദ്, അവൻ കുറച്ചു നേരം പിന്നെ ഉറക്കം തൂങ്ങുന്ന ഒഴിവാകുന്നവരെ അവൻ കിടക്കട്ടെ. ഹത്താ യദ്ഹബ അൻഹു അന്നൗം, അവനിൽ നിന്ന് ആ ഉറക്കം പോകുന്നവരെ. അതായത് അവന് ചിലപ്പോൾ ആവശ്യം ഉണ്ടാകും, കുറച്ചു നേരം കിടന്നാൽ ഉന്മേഷത്തോട് നിസ്കരിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കുറച്ചു നേരം അവൻ ഉറങ്ങട്ടെ. ഫഇന്ന അഹദകും ഇദാ സല്ല വഹുവ നാഇസുൻ, നിങ്ങളിൽ ആരെങ്കിലും ഈ ഉറക്കം തൂങ്ങുന്ന അവസ്ഥയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ ലഅല്ലഹു യദ്ഹബു യസ്തഗ്ഫിർ ഫയസുബ്ബ നഫ്സഹു, അവൻ അള്ളാഹു നിസ്കരിച്ചുകൊണ്ട് അവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടാൻ അവൻ വിചാരിക്കുക. പക്ഷേ ആ ഉറക്കത്തിൻ്റെ അവസ്ഥയിൽ ചിലപ്പോൾ അവൻ സ്വന്തത്തിനെ തന്നെ ചീത്ത പറയുന്ന അല്ലെങ്കിൽ വാക്കുകൾ മാറിപ്പോകുന്ന അവസ്ഥയുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ രാത്രി നിസ്കരിക്കുമ്പോഴും അതുപോലുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിസ്കാരം അതിൻ്റെ ഫضിലൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഉറക്കം തൂങ്ങുന്ന ഒരവസ്ഥയിൽ ആണ് എങ്കിൽ ആ ഉറക്കം പോകുന്നത് വരെ ഒന്ന് കുറച്ചു നേരം കിടന്നിട്ട് വേണം അവൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നിസ്കരിക്കാൻ വേണ്ടി. അവൻ എന്താണ് പറയുന്നത് എന്ന് കൃത്യമായ ബോധത്തിലാണ് അവൻ നിസ്കരിക്കേണ്ടത്. പിന്നെ വേറെ റിവായത്തിൽ ഇദാ നഅസ അഹദുകും വഹുവ യുസല്ലി ഫലിയൻസരിഫ് ഫലഅല്ലഹു യദ്ഉ അലാ നഫ്സിഹി വഹുവ ലാ യദ്രി, ആർക്കെങ്കിലും നിസ്കരിക്കുന്ന സമയത്ത് ഉറക്കം തൂങ്ങുകയാണ് എങ്കിൽ അവൻ നിസ്കാരം ഒഴിവാക്കിയിട്ട് കുറച്ചു നേരം കിടക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ അവൻ ദുആ ചെയ്യുകയായിരിക്കും, പക്ഷേ അവൻ്റെ സ്വന്തത്തിനെതിരെ തന്നെ ദുആ ചെയ്യുന്ന അവസ്ഥയുണ്ടാകും, അവനത് അറിയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. മറ്റൊരു ഹദീസ് വഅൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇദാ നഅസ അഹദുകും ഫിസ്സലാ ഫൽയനം ഹത്താ യഅലമ മാ യഖറഉ, ആർക്കെങ്കിലും നിസ്കരിക്കുന്ന സമയത്ത് ഉറക്കം തൂങ്ങുകയാണ് എങ്കിൽ അവൻ ഉറങ്ങട്ടെ. അവന് എന്താണ് അവൻ പറയുന്നത് എന്ന് അവന് മനസ്സിലാകുന്ന അവസ്ഥയിലാണ് അവൻ നിസ്കരിക്കേണ്ടത്. അതായത് അവൻ എന്താണ് പാരായണം ചെയ്യുന്നത്, എന്താണ് ദിക്ർ പറയുന്നത്, എന്താണ് ദുആ ചെയ്യുന്നത് എന്നറിയാതെ പോകുന്ന അവസ്ഥയിൽ ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ നിസ്കരിക്കേണ്ട. അവൻ ആ ഉറക്കം പോകുന്നവരെ കുറച്ചു നേരം കിടക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മറ്റൊരു റിവായത്തിൽ ഇദാ നഅസ അഹദുകും ഫീ സ്വലാത്തിഹി ഫൽയൻസരിഫ് വൽയർഖുദ്, ആരെങ്കിലും അതേ അർത്ഥം തന്നെ ഉറക്കം തൂങ്ങുകയാണെങ്കിൽ അവനോ നിസ്കാരം വിട്ട് കുറച്ചു നേരം ഉറങ്ങട്ടെ. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ അഹദുകും മിനൽ ലൈൽ, നിങ്ങളിൽ ആരെങ്കിലും രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്, ഫസ്തുഅജിമൽ ഖുർആനു അലാ ലിസാനിഹി, അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആനിൻ്റെ വാക്കുകൾ അവന് ശരിക്ക് പറയാൻ പറ്റാതെ കൂടിക്കുഴഞ്ഞു പോകുന്ന ഒരവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ രാത്രി നിസ്കരിക്കുന്ന ആളുകൾക്ക്, അത് ആ ശീലമില്ലാത്ത ആളുകൾക്കൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് തുടങ്ങുന്ന സമയത്ത് അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ അത് കൃത്യമായിട്ട് ഉറക്കം വരുന്ന അവസ്ഥയിലായിക്കൊണ്ട് ഖുർആൻ നേരെ പാരായണം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഫലം യദ്രി മാ യഖൂൽ ഫലിയൽതജി, അവൻ എന്താ പറയുന്നതെന്ന് അവൻ തന്നെ അറിയില്ല. ആ രീതിയിൽ കൂടിക്കുഴഞ്ഞു പോകും. അവൻ എന്ത് ചെയ്യട്ടെ, അവൻ കുറച്ചു നേരം അവൻ ഉറങ്ങട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പോൾ ദീനിൻ്റെ ഒരു യുസ്റ്, ദീന് കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണത്. ഇപ്പോൾ രാത്രി എങ്ങനെ വന്നാലും നിസ്കരിക്കണം എന്നുള്ളതല്ല, ആ നിസ്കരിക്കുന്നത് എല്ലാ തരത്തിലും ഖുശൂവോടുകൂടി ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നിസ്കരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാത്രി നിസ്കരിക്കാൻ ശീലിക്കണം. അപ്പോൾ ആദ്യ സമയത്തെല്ലാം ഇതുപോലെ ഉറക്കം തൂങ്ങുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ അവന് പാരായണം ചെയ്യുന്നതെന്ന് അറിയാത്ത അവസ്ഥയിലാണ് എങ്കിൽ അവനത് മാറുന്നത് വരെ
അവൻ കുറച്ചു നേരം ഉറങ്ങിക്കൊണ്ട് വേണം, ഉറങ്ങി എഴുന്നേറ്റ് വിശ്രമം ലഭിച്ചതിന് ശേഷം വേണം അവൻ ഉന്മേഷത്തോടു കൂടി നിസ്കരിക്കാൻ വേണ്ടി. അതറിയിക്കുന്ന ഹദീസുകളാണ് ഈ ഫസ്റ്റിൽ പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.